ഹരി ഓം. പ്രിയപ്പെട്ടവരെ, സമാജ സേവനത്തിലും സാംസ്കാരികവും ദേശീയവുമായ ഏകോപനത്തിലും ധർമ്മരക്ഷയുടെ കാര്യത്തിലുമൊക്കെ ലോകമെമ്പാടും പ്രവർത്തിച്ചു വരുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ 60 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ സന്തോഷ നിറവിലാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ തന്നെയും. പക്ഷേ ഈ സന്തോഷ നിറവിൽ തന്നെ കുറേ അധികം ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ആധിയുടെ ചില വിഷയങ്ങളും, അത് ചിദാനന്ദപുരി സ്വാമിജി ആണെങ്കിലും സ്ഥാണുമലയൻജി ആണെങ്കിലും വിവേകാനന്ദ സരസ്വതി സ്വാമിജി ആണെങ്കിലും ഒക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് പരിഹരിച്ച് മുന്നേറണം എന്നുള്ള നിർദ്ദേശമാണ് ഇവരൊക്കെ തന്നെയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ചില സംഗതികളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ പറയേണ്ടി വരുന്നത്. കാരണം പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വശത്ത് ദേശത്തിൻ്റെ സംസ്കാരവും ധർമ്മവും മുൻനിർത്തിക്കൊണ്ട് ഇവിടെ സമാജത്തിനകത്ത് യാതൊരു തരത്തിലുള്ള അസ്പർശ്യതകളും ഇല്ല, ഇതെല്ലാം സഹോദരന്മാരാണ് എന്ന തരത്തിൽ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പൊതുസമൂഹം അതിൻ്റെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനന്ദിക്കുന്ന സ്വഭാവമാണ് കണ്ടുവരേണ്ടത്. കാരണം ആരെയും വേർതിരിച്ച് നിർത്തിക്കൊണ്ടല്ല ഈ സംഘടനകൾ ആദർശങ്ങളെ പറയുന്നതും പഠിപ്പിക്കുന്നതും. പക്ഷെ ദൗർഭാഗ്യവശാല് കേരളത്തിൽ ഈ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഈ വക ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയെയും വർഗീയമായ ഒരു മുഖം ചാർത്തലിനാണ് വാസ്തവത്തിൽ നാളിതുവരെയും ശ്രമം നടത്തിയിട്ടുള്ളത്. വിശ്വഹിന്ദു പരിഷത്താണെങ്കിൽ അത് വർഗീയ സംഘടനയാണ്, RSS ആണെങ്കിൽ അത് വർഗീയ സംഘടനയാണ്. അതുപോലെ തന്നെ സമാജത്തിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഹൈന്ദവ സംഘടനയാണ് എങ്കിൽ അതൊക്കെയും വർഗീയ സംഘടനയാണ്. വർഗത്തിന്റെ ഭേദത്തെ മുഴുവൻ മാറ്റിക്കൊണ്ട് സോദരരാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അതിനൊന്നും ഈ പറയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള ഉത്തരങ്ങളും അവർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വക ആരോപണങ്ങളെയും പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തെയും മുൻനിർത്തിക്കൊണ്ടായിരിക്കേണ്ടതില്ല വാസ്തവത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടത്. നമുക്കിതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ ദേശത്തിന്റെ സംസ്കാരവും ധർമ്മവും മുൻനിർത്തിയിട്ടുള്ള ഇതിന്റെ സ്വത്വത്തിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അത് കൃത്യമായും നമ്മളുടെ മുദ്രയാണ്, നമ്മളുടെ ബലമാണ്. ആ ബലത്തിലേക്ക് നീങ്ങി ജീവിക്കുന്നതിനുള്ള ഉപദേശമാണ് വാസ്തവത്തിൽ ചിദാനന്ദപുരി സ്വാമിജി ഒരേ സമയം ശാന്തിയുടെയും അതേസമയം ആർജവത്തിന്റെയും ബലം, ശാസ്ത്രവീര്യത്തിന്റെ ബലം, ഇത് രണ്ടും ചേർന്നവരായിട്ട് നമുക്ക് പ്രവർത്തിച്ചാൽ മതി. അത് സ്വാഭാവികമായിട്ടും അത് അതിന്റെ ഫലത്തെ പ്രാപിച്ചുകൊള്ളും, അല്ലെങ്കിൽ സമാജത്തിനകത്ത് അത് മാറ്റങ്ങളെ കൊണ്ടുവന്നുകൊള്ളും
എന്ന് പറഞ്ഞത്. ഈ ഒരു വൈകിയ സമയത്ത് ഇനി അധികം ഒന്നും ആരെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. പറയുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അവിവേകമായിട്ട് മാത്രമേ വിലയിരുത്തപ്പെടുകയുമുള്ളൂ. നമുക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജഗദീശ്വരൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി.